അതായത് ഇത് ഈ വാതി പോയി ചേരുന്നത് കടലിലേക്കാണ്. അത് ഏകദേശം ഒരു കടലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇവൻ്റെ ബോഡി കിട്ടിയിട്ടുള്ളതെന്നാണ്. പിന്നെ അതും കൂടി അവർ ചെക്ക് ചെയ്തിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ROP പറഞ്ഞത് അവിടെ കെട്ടി നീരുന്ന വെള്ളം പെട്ടെന്ന് തുറന്നു വിട്ടതാണ്. അതിലാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് വെള്ളം കയറിയിട്ട് അങ്ങനെ മറിയാനുണ്ടായി. ഒമാനിലെ ബർക്കയിൽ മലയാളികൾ സഞ്ചരിച്ച വാഹനം വാദിയിൽ കുടുങ്ങി 2 പേർ മരിച്ചതായി അല്പസമയം മുൻപാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. അതിൽ മരിച്ച യൂസുഫിൻ്റെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. യൂസുഫിൻ്റെ മൃതദേഹമുള്ള ഹോസ്പിറ്റലിലാണ്, റുസ്താഖ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് ഷാമില. അവളുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ പേപ്പറൊക്കെ ശരിയായിട്ട് ഇന്ന് മിക്കവാറും രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, വിവരം കിട്ടിയിട്ടുള്ളത്. നാട്ടിൽ മറ്റ് ബന്ധുമിത്രാദികൾ ആരൊക്കെയുള്ളത്? ബന്ധുമിത്രാദികൾ ഞങ്ങൾ എൻ്റെ ഫാദറും മദറും ഒക്കെ ഇവിടെ തന്നെ ഉള്ളത്. പിന്നെ എൻ്റെ പെങ്ങളുണ്ട് നാട്ടിൽ, സിസ്റ്റർ അളിയനും നാട്ടിലുണ്ട്. ബാക്കി ഇപ്പോൾ എനിക്ക് പറയാവുന്ന ബാക്കി ഇളാപ്പാരും മൂത്താപ്പാരും ഒക്കെ തന്നെയുള്ളത്. ഒരുപാട് ജ്യേഷ്ഠന്മാർ അഞ്ചന്മാർ ഫാമിലിയൊക്കെ നാട്ടിൽ തന്നെ ഉള്ളത്. ഉമ്മാൻ്റെ പേര് റംല അമ്മയുടെ പേര്. ഇപ്പോൾ തെരച്ചിൽ ഇതുവരെ ആയിട്ട് എത്രത്തോളം ഇപ്പോഴും റെസ്ക്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല, എവിടെയും ഒന്നൊരു വിവരം കിട്ടിയിട്ടില്ല. ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇന്നലെ രാത്രി പിന്നെ അവൻ്റെ ഷോപ്പിൽ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് വിവരം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതാണ്. പോകുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് സ്ഥിരമായിട്ട് വരുന്ന വഴി തന്നെയാണ്. അവിടെ ഇതുവരെ വാതി വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. 10 വർഷമായിട്ട് അങ്ങനെ വാതിന് വർഷം വന്നിട്ടില്ല. അപ്പോൾ അവർ പിന്നെ ഇവിടുത്തെ ROP പറഞ്ഞത് അവിടെ കെട്ടി നീരുന്ന വെള്ളം പെട്ടെന്ന് തുറന്നു വിട്ടതാണ്. അതിലാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് വെള്ളം കയറിയിട്ട് അങ്ങനെ മറിയാനുണ്ടായിട്ടുള്ളത്. ഇത് എപ്പോഴാണ് നിങ്ങൾ ഈ വിവരം അറിഞ്ഞത് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള? ഇന്നലെ രാത്രി 9 മണിക്ക് സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് കാലത്താണ്. ഞങ്ങൾക്ക് വിവരം കിട്ടിയത് രാവിലെയാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷെ ആർക്കും അതുകൊണ്ട് ആരാണ് ഫാമിലി, എന്താണ് മലയാളി എന്നുള്ളത് അറിഞ്ഞാൽ വണ്ടി പോയിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലാതെ മറ്റുള്ള വിവരങ്ങളൊന്നും ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. MCC അവർക്ക് ആദ്യം വിവരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ റെസ്ക്യൂസിനെ അറിയിച്ചിട്ട് അവർ വന്നിട്ട് പിന്നെ രക്ഷപ്പെടുത്തേണ്ടായിട്ട് ഹെലികോപ്റ്റർ വന്നിരുന്നു പറഞ്ഞു. പിന്നെ ഇവർ 2-3 പേര് വണ്ടിയുടെ മുകളിലായിരുന്നു. ആ വണ്ടി മറിഞ്ഞതിലാണ് ഇവർ 3 പേര് പറ്റും. ബാക്കി എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. 10 പേരായിരുന്നു മൊത്തം വണ്ടിയിലുണ്ടായിരുന്നു. അതിൽ ബാക്കി മൃതദേഹം ഇപ്പോൾ എപ്പോഴാണ് എത്താന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ്? അത് എൻ്റെ ഉമ്മാൻ്റെ വിവരം കിട്ടിയതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഒമാനിലെ ബർക്കയിൽ ഇന്നലെ വാദിയിലകപ്പെട്ട് മരിച്ച ഷാമിലയുടെയും അതുപോലെ യൂസഫിൻ്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണ് ബന്ധുക്കളുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്.